ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പപ്പടം കൊണ്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്, അതേപോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കൊടുത്തുവിടാൻ, സ്കൂളിലോട്ട് കൊടുത്തുവിടാൻ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടും കൂടി ഒന്ന് കാണാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടും കടലയാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലയുടെ ഒപ്പം പപ്പടവും കൂടി വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു സ്കൂളിൽ മോനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ പപ്പടം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തുവിടാം. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ ഒപ്പം, അവർ ചോറിൻ്റെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ട് കഴിക്കുമല്ലോ, കുറച്ച് എരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കത് കൂട്ടിയാണെന്നുണ്ടെങ്കിലും ചോറ് തിന്നാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ആദ്യം ഉള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കണ്ട കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ. അധികം അരഞ്ഞു പോകണ്ട, ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി കേട്ടോ. ചതച്ചെടുത്താൽ മതി. അതിന് ചട്ടി വെച്ച് ചൂടാക്കുക. കടുകൊന്നും പൊട്ടിക്കേണ്ട. നേരിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പപ്പടം ചെറുതാക്കി നന്നാക്കിയിട്ടൊന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. എന്നിട്ടത് വറുത്ത പപ്പടത്തിൽ കുറച്ച് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിയിച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ ഞാനത് ഈ പപ്പടത്തിൻ്റെ മിക്സിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉള്ളി നന്നായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. മൊരിയിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പപ്പടം തണുത്ത് പോകും നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിയും ഈ പപ്പടവും എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പപ്പടം ഒന്ന് പൊടിഞ്ഞു പോകാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ മോനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ.